ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റുവാസ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബ്രാഞ്ച് വരുന്ന കെമിക്കൽ കോമ്പൗണ്ടിന് എങ്ങനെ പേര് നൽകണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് അല്ലെങ്കിൽ 2 ബ്രാഞ്ചോ 3 ബ്രാഞ്ചോ വരികയാണെങ്കിൽ അതിൻ്റെ നെയിമിംഗ് എങ്ങനെ കൊടുക്കണമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉള്ള ആൽക്കെയിൻസിന് എങ്ങനെ പേര് കൊടുക്കാം? ഇതിനും 4 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. പഴയ സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2ലേക്ക് വരിക. പേര് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേര് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് മോർ ദാൻ 1 ബ്രാഞ്ച് ഈസ് പ്രസൻറ്റ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് പോലെ മെയിൻ ചെയിൻ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ കാർബൺ ചെയിനിൽ ഏതാണ് ഏറ്റവും നീളം കൂടിയത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഇഫ് മോർ ദാൻ 1 ബ്രാഞ്ച് ഈസ് പ്രസൻറ്റ്, ഒന്നോ അതിലധികമോ ബ്രാഞ്ചുകളുള്ള ഒരു ആൽക്കെയിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ സെലക്ട് ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ, ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന കാർബൺ ചെയിൻ നോക്കിയേ, ഇതിനകത്ത് 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. അത് നമുക്ക് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു. എങ്ങനെ എണ്ണിയാലാണ് ഏറ്റവും കൂടുതൽ നമ്പർ വരുന്നത്? വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എണ്ണാം, 1 2 3 4 5 ഇങ്ങനെ എണ്ണാം. അല്ലാന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ എണ്ണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ നമ്പർ വന്ന എത്രയാണ്? 6 ആണ് വന്നത്. അപ്പം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലോങ് ചെയിൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ലോങ് ചെയിന് നമ്മൾ കണ്ടുപിടിച്ച മെയിൻ ചെയിന് എന്തിട്ട് കൊടുക്കണം? നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇട്ട് കൊടുക്കാം. മുകളിൽ കിടക്കുന്നത് നോക്ക്, ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, താഴെ കിടക്കുന്നത് എവിടുന്ന? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അങ്ങനെയല്ലേ നമ്പർ ചെയ്തിട്ടേക്കുന്നത്. ഇനി ഈ നമ്പറിനകത്തുനിന്ന് നമുക്ക് ഏതാ ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ബ്രാഞ്ച് ഏതാന്ന് നോക്കണം. ഇതല്ലേ ഒരു ബ്രാഞ്ച്, ഇതല്ലേ രണ്ടാമത്തെ ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിന് മുകളിൽ വന്നിരിക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഒരെണ്ണം 2ഉം 4ഉം, മറ്റേത് 5ഉം 3ഉം. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2ഉം 4ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 6 വരും. ഇനി 5ഉം 3ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 8 വരും. ഇതിലാരാ ചെറുത്? 2ഉം 4ഉം, 6 അല്ലേ ചെറുത്. ഈ 2ഉം 4ഉം ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്തൊക്കെയാണ് വന്നത്? 2ഉം 4ഉം. ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ കാർബൺ ചെയിൻ, ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ് യൂസിങ് പ്രിഫിക്സസ് ലൈക്ക് ഡൈ, ട്രൈ, ടെട്ര. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ത് കണ്ടുപിടിച്ചു? മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു, നമ്പർ ഇട്ടിട്ട് ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്ന ആ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഒന്നിൽ കൂടുതൽ ഒരേപോലുള്ള ബ്രാഞ്ചുകളാണെങ്കിൽ ഇവിടെയും CH3 ഇവിടെയും CH3. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് മൊത്തത്തിൽ? 2 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഡൈ ഉപയോഗിക്കണം. 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ ഉപയോഗിക്കണം. 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര ഉപയോഗിക്കണം. ഒരേപോലത്തെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ എന്തുപയോഗിക്കണം? ഡൈ, ട്രൈ, ടെട്ര. 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര എന്ന് നമ്മൾ ഉപയോഗിക്കും. ഇനി അതിൻ്റെ IUPAC നെയിം എങ്ങനെ ആയിരിക്കും വരുന്നത്? 2,4 ഹൈഫൻ ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. അടുത്ത ഒരു ഹൈഡ്രോകാർബൺ നമുക്ക് തന്നിരിക്കുക. ഇതേപോലെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അപ്പം മെയിൻ ചെയിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്?
1 തൊട്ട് 7 വരെ ഉണ്ട്. അപ്പം മെയിൻ കാർബൺ ചെയിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 7 ഉണ്ട്. എത്ര ബ്രാഞ്ചുകളുണ്ട്? 1, 2 2 ബ്രാഞ്ചുകളുണ്ട്. നെയിം ഓഫ് ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചിൻ്റെ നെയിം ഏതാ? മീതൈൽ. ഒരെണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് മീതൈൽ. ഇനി പൊസിഷൻ, ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയപ്പോൾ ആദ്യത്തെ കാർബണിന് ആദ്യത്തെ ബ്രാഞ്ചിന് നമ്പർ കിട്ടിയത് 3. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നപ്പോഴോ 2. അപ്പോൾ അതിൽ ഏതാ ചെറുത്? 2 അല്ലേ ചെറുത്? അതുകൊണ്ട് നമ്മൾ അവിടെ എന്തെടുക്കും? 2, 5 എന്ന് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3 + 6 എത്ര വരും? 9. 5 + 2 എത്ര വരും? 7. ഇതല്ലേ ചെറുത്? അപ്പോൾ ആ നമ്പർ ആയിരിക്കും എടുക്കുന്നത്. 2ഉം 5ഉം ആയിരിക്കും എടുക്കുന്നത്. എങ്കിൽ അതിൻ്റെ IUPAC നെയിം എങ്ങനെ വരും? 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ എന്ന് വരും. ഈ ഒരു കാർബൺ കോമ്പൗണ്ടിൻ്റെ പേരെഴുതി നോക്കിയാലോ? മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. 1, 2, 3, 4, 5. ഇനി തിരിച്ച് നമ്പർ ഇടാം. 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പറാണ് വന്നേക്കുന്നത്? 2ഉം 4ഉം. തിരിച്ചായാലും എത്ര വന്നേക്കുന്നത്? 2ഉം 4ഉം. അപ്പോൾ എത്ര? 2, 4 ഡൈമീഥൈൽ 5 എണ്ണം അല്ലേ? അപ്പം പെൻറ്റെയ്ൻ. ഇനി അടുത്തത് മൂന്നാമത്തെ 3 എണ്ണം വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പം 2 എണ്ണം വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി 3 എണ്ണം വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്? ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ആദ്യം ഇവരെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്തിട്ട് ഇവിടെ ഒന്നാമത്തെ കാർബണിൻ്റെ നമ്പർ എത്ര? 2. തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണിയപ്പോഴും ഒന്നാമത്തെ കാർബൺ എത്ര? 2. അപ്പോൾ നമുക്കത് രണ്ടും സെയിം ആയിട്ട് വന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാർബണിൻ്റെ നമ്പറാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നപ്പോൾ രണ്ടാമത്തെ കാർബണിൻ്റെ നമ്പർ 4. എന്നാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ എത്ര വന്നത്? 3. അപ്പോൾ അവരല്ലേ ചെറുത്? ആ നമ്പർ ആയിരിക്കും നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പർ സിസ്റ്റം ആയിരിക്കും എടുക്കുന്നത്. ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6. നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്? 3. നെയിം ഓഫ് ബ്രാഞ്ചസ്, ഏതാ ബ്രാഞ്ച് വന്നേക്കുന്നത്? ഒരു കാർബൺ അല്ലേ? അപ്പം മീഥൈൽ. പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് ബൈ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയപ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ നമ്പർ എത്ര വന്നത്? 2. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നപ്പോഴോ അതും 2 തന്നെയാണ്. വെൻ ഡസ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് ലോവർ നമ്പർ? ലോവർ നമ്പർ ആയിട്ട് സെക്കൻഡ് ബ്രാഞ്ചിന് ഏത് നമ്പർ സിസ്റ്റത്തിലാണ് കിട്ടിയത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഈ കോളത്തിന് ടിക്ക് കൊടുക്കാം. അപ്പോൾ നമ്പർ സിസ്റ്റം എങ്ങനെ വരും? 2, 3, 5 എന്ന് വരും. അപ്പോൾ പേരെന്താ? 2, 3, 5 ട്രൈമീഥൈൽ ഹെക്സൈൻ. അപ്പോൾ 3 എണ്ണം വന്നതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ട്രൈമീഥൈൽ എന്ന് വന്നത്. ഇതാ നോക്ക്, ഇവിടെ നമുക്കൊരു ഹൈഡ്രോ കാർബൺ തന്നിട്ടോ, അതിൻ്റെ നമ്പർ നോക്കാം. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിവിടെ 1, 2, 3 ഇങ്ങനെ നമ്പർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ മുകളിലോട്ടും താഴോട്ടുമാണ് എന്ത് വന്നിരിക്കുന്നത്? ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയ്ൻ, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ പേര് വരുന്നത്. ഇനി നമുക്ക് എന്ത് പഠിക്കാം? പേര് തന്നിട്ട് അതിൽ നിന്ന് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പഠിക്കാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ. 2,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ എന്ന് പറയുന്ന ആ ഒരു IUPAC നെയിമിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ മെയിൻ ചെയിൻ? അപ്പോൾ ഇവിടെ പെൻറ്റെയ്ൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റം എത്ര എണ്ണം കാണും മെയിൻ ചെയിനിൽ? 5. അങ്ങനെ 5 കാർബൺ ആറ്റം വരയ്ക്കുക. 1, 2, 3, 4, 5 വരച്ചല്ലോ. ബ്രാഞ്ചസ് ഏതൊക്കെയാ? 2, 3. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എടുക്കുന്നത്.
2-ൽ ഒരു ബ്രാഞ്ച്, 3-ൽ ഒരു ബ്രാഞ്ച്. അതും 2 ഡൈമീഥൈൽ. അപ്പം 2 മീഥൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ പൊസിഷൻസ്, വാട്ട് ആർ ദ ബ്രാഞ്ചസ്? ബ്രാഞ്ചസ് ഏതൊക്കെയാണ് വന്നേക്കുന്നത്? മീഥൈൽ, ഡൈമീഥൈലാണ് വന്നിരിക്കുന്നത്. പൊസിഷൻ നമ്പർ എത്ര? 2,3. അത് നമ്മളിവിടെ വരച്ചു. സ്ട്രക്ചറൽ ഫോർമുല ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ്. ബ്രാഞ്ച് വെച്ചിട്ട് ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി? കാർബൺ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ CH3. അപ്പോൾ കാർബണിന് ടോട്ടൽ വാലൻസി 4. അപ്പോൾ 4-നകത്ത് 1 ഇവിടെ പോയി, 2, 3 അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ ഒരെണ്ണം മാത്രം. ഇനി ഈ കാർബൺ നോക്ക്, ഇവിടെ ഒരു വാലൻസി ഇവിടെ പോയി, രണ്ടാമത്തെ വാലൻസി ഇവിടെ പോയി, മൂന്നാമത്തെ വാലൻസി ഇവിടെ പോയി, ഇനി ബാക്കി നാലാമത്തെ ഒരു H കൊടുത്തു. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ ഒരു കാർബൺ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നമ്മളുടെ ഈ പറഞ്ഞ 2,3 ഡൈമീഥൈൽ പെൻറ്റൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? 7 കാർബൺ ഉണ്ട്. അപ്പോൾ വരയ്ക്കാം. 1, 2, 3, 4, 5, 6, 7. ബോണ്ട് കൊടുക്കാം. ഇനി 2,4 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഞാൻ എഴുതുന്നത്. 2-ൽ ഒരെണ്ണം, 4-ൽ ഒരെണ്ണം. അവിടെ രണ്ടും എന്താ? ഡൈമീഥൈലാ, മീഥൈൽ. ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി? നമുക്ക് കാർബൺ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബോക്സ് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്താലോ? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതണം. അപ്പം നമ്മൾ ആദ്യം അതിനെന്ത് കണ്ടുപിടിക്കണം? മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6. വേറെ ഏതെങ്കിലും രീതിയിലുണ്ടോ നോക്കാം. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. എങ്ങനെ എണ്ണിയിട്ടും എന്തേ വരുന്നുള്ളൂ? 6 തന്നെ വരുന്നുള്ളൂ. 6 വരുമ്പോൾ ആ മെയിൻ ചെയിൻ്റെ പേരെന്തായിരിക്കും വരുന്നത്? ഹെക്സൈൻ എന്നായിരിക്കും വരുന്നത്, അല്ലേ? ഇനി ബ്രാഞ്ചുകൾ എവിടേക്കാ? 1, 2, 3, 4, 5, 6. തിരിച്ച് നമ്പർ ഇട്ട് കൊടുക്കാം. 1, 2, 3, 4, 5, 6. ഇപ്പോൾ ഒന്നാമത്തെ ബ്രാഞ്ചിന് ഏതാ നമ്പർ ആദ്യം വന്നത്? 2. തിരിച്ചു നോക്കുമ്പോഴോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നപ്പോഴോ 3. അപ്പോൾ ചെറുതേതാ? മുകളിൽ വരച്ചതല്ലേ. അപ്പോൾ 2ഉം 4ഉം ആണ് നമ്മൾ എടുക്കേണ്ടത്. 2,4 ഹൈഫൻ ഡൈമീഥൈൽ ഹെക്സൈൻ. ഇങ്ങനെയായിരിക്കും ഈ കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത്. അടുത്തത് നമ്മളോട് കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? 2,2,3 ട്രൈമീഥൈൽ പെൻറ്റൈൻ. ഞാൻ ഇവിടോട്ട് വരയ്ക്കാം. ട്രൈമീഥൈൽ പെൻറ്റൈൻ. പെൻറ്റൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരും? 5 കാർബൺ വരും, അല്ലേ? 1, 2, 3, 4, 5. ഇനി 2,2 രണ്ടാമത്തെ കാർബണിൽ 2 ബോണ്ട്, മുകളിലോട്ടൊരെണ്ണം, താഴോട്ടൊരെണ്ണം. 3 മൂന്നാമത്തെ കാർബണിൽ ഒരെണ്ണം, ഒരു ബ്രാഞ്ച്. ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? ഇതിൻ്റെ ഫോർമേഷൻ വരുന്നത്. ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി? അതിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതാണ് 2,2 ട്രൈമീഥൈൽ പെൻറ്റൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 3,3 ഡൈഈഥൈൽ ഹെക്സൈൻ. 3,3 ഡൈഈഥൈൽ ഹെക്സൈൻ. അതെങ്ങനെ വരും നോക്കാം. ഹെക്സൈൻ ആണ്. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ? 6 കാർബൺ. 1, 2, 3, 4, 5, 6. 3,3 മൂന്നാമത്തതിനകത്ത് ഡൈഈഥൈലാണ് പറഞ്ഞത്. ഡൈമീഥൈൽ അല്ല, ഡൈഈഥൈൽ. നോക്കിയേ, മുകളിലോട്ട് ഈഥൈൽ ഗ്രൂപ്പ് CH2 CH3, താഴോട്ട് ഈഥൈൽ ഗ്രൂപ്പ് CH2 CH3. ബാക്കി ഇനി എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയായിരിക്കും 3,3 ഡൈഈഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്നത്. ഡൈ വന്നു കഴിഞ്ഞാൽ
2 വരണം. പിന്നെ ഇവിടെ 3 3 പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇപ്പോൾ 3ാമത്തെ കാർബണിൽ തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, 2 ഈഥയിലും വന്നിരിക്കുന്നതെന്നാണ് ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ പേരെഴുതാനാണ്, സ്ട്രക്ചർ എഴുതാൻ, സ്ട്രക്ചറൽ ഫോർമുല UPSC നെയിം എഴുതാനാണേ. അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 5. അപ്പോൾ ഏറ്റവും വലിയ ചെയിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? പെൻറ്റെയിൻ എന്ന് എഴുതാം. ഏറ്റവും വലിയ ചെയിൻ ഏതാ വന്നത്? ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രാഞ്ചുകൾ ആരൊക്കെയാ? ഈ കാണുന്നതുമാണ് ബ്രാഞ്ച് വരുന്നത്. ഈ ബ്രാഞ്ചുകളുടെ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമുക്ക് എന്തിട്ട് കൊടുക്കാം? നമ്പർ ഇട്ട് കൊടുക്കാം. 1 2 3 4 5. ഇനി തിരിച്ച് 1 2 3 4 5. അപ്പം എങ്ങനെ എണ്ണിയിട്ടും എത്ര തന്നെ വരുന്നുള്ളൂ? 3 അല്ലേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3,3 ഡൈ, ഈ 2 കാർബണിൻ്റെയും പേരെന്താ? മീഥൈൽ പെൻറ്റെയിൻ എന്ന് വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പറയേണ്ടതാണ്. താങ്ക് യു.